തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ച പുതിയ മൃഗങ്ങളെ പാർപ്പിച്ച ക്വാറന്റൈൻ ഏരിയയിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് ഇത് പുതിയ പണിത ഒരു ക്വാറന്റൈൻ ഏരിയയാണിത്. ഇവിടെയാണ് ഈ 2 മാർഷൽ മുതകളെ താമസിപ്പിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തായി 2 കഴുതപ്പുലികളെയും പിന്നെ കുറുനരിയെയും ഒക്കെയാണ് ആ ഭാഗങ്ങളിലൊക്കെ താമസിപ്പിക്കുന്നത്. കർണാടകയിലെ ഷിമോഗ മൃഗശാലയിൽ നിന്നും 13-ാം തീയതി രാവിലെ ആനിമൽ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ കൊണ്ടുവരികയുണ്ടായി. അതിൽ 2 മഗർ ക്രോക്കഡൈൽ, മാഷ് ക്രോക്കഡൈൽ ഒരു ജോഡി ഉണ്ടായിരുന്നു. കൂടാതെ 3 ഹൈന ഫീമെയിൽ ഉണ്ടായിരുന്നു. 1 ജോഡി ജക്കാൾ, 1 ജോഡി പാം സിവറ്റ് എന്നായിരുന്നു അവിടുന്ന് കൊണ്ടുവന്നത്. എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായി ഷിമോഗയിലെ സുവോളജി പാർക്കിൽ നിന്നുമാണ് ഈ മൃഗങ്ങളെയൊക്കെ തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടുന്ന് പകരം നൽകിയിരിക്കുന്നത് 4 റിയോ പക്ഷികൾ, 6 സൺകോർണർ തത്തകൾ, 2 മീൻ മുതലകൾ, 1 കഴുതപ്പുലി, 4 മുള്ളൻ പന്നി എന്നിവയാണ് ഇവിടെ നിന്നും നൽകിയിരിക്കുന്നത്. ഈ പുതിയ മൃഗങ്ങൾ കൂടി തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിയതോടെ ആകെ മൃഗങ്ങളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ 94 മൃഗങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സൂ പാർക്കിൽ ഇപ്പോൾ ഉള്ളത്. എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും ഈ മൃഗശാലയിൽ നിന്നും അവിടേക്ക് ആ സൂവിലേക്ക് 1 പെയർ ഗരിയലുണ്ടായിരുന്നു. പിന്നെ 3 പെയർ സൺ കൊണൂർ, 1 മെയിൽ ഹൈന, 2 ജോഡി റിയ, ഇത്രയാണ് കൊടുത്തുവിട്ടത്. അത് ഇന്നലെ വൈകുന്നേരത്തോടെ അവർ അവിടെ നിന്ന് വന്ന സംഘം മൃഗങ്ങളുമായിട്ട് യാത്ര തിരിച്ചു. എത്രയാണ് ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പോൾ കഴുതപ്പുലിക്ക് കൊടുക്കുന്നത് ഒരു ദിവസം ഒരെണ്ണത്തിന് 6 കിലോ വെച്ചാണ് കൊടുക്കുന്നത്. ബീഫാണ് കൊടുക്കുന്നത്. അത് പീസാക്കി കൊണ്ടുതരും, ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ 3 കഴുതപ്പുലിയുണ്ട്. പിന്നെ ഊളൻ കൊണ്ടുപോകും. ഊളത്തിന് കൊത്തിറച്ചിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 1/2 കിലോ വെച്ച് കൊത്തിറച്ചി ഡെയിലി കൊടുക്കുന്നത്. അപ്പം 1 കിലോ കൊത്തിറച്ചിയുണ്ട്. ഇന്ന് 1.25 കിലോ വരുമല്ലേ? 1.25 കിലോ വരും. പിന്നെ മുതലയ്ക്ക് ഇറച്ചിയാണ് കൊടുക്കുന്നത്. ആഴ്ച 1 ദിവസമേ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും കൊടുക്കത്തില്ല, ആഴ്ചയിൽ 1 ദിവസം, തിങ്കളാഴ്ച ദിവസം മാത്രം. അപ്പോൾ ഇപ്പോൾ ഇന്നലെ കൊടുത്തത്, കാര്യം തിങ്കളാഴ്ച കൊടുക്കാറുണ്ട്, ഇന്നലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മരപ്പട്ടി കൊണ്ടുപോകുന്നുണ്ട്. മരപ്പട്ടിക്ക് ഫ്രൂട്ട്സാണ് ഡെയിലി കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാം ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ് എല്ലാം. 3 പേരും ഇവിടെ കൊണ്ടുവന്ന എല്ലാവരും ആക്റ്റീവ് തന്നെയായിരുന്നു. നല്ല ആക്റ്റീവാണ്. പിന്നെ നല്ല അനുസരണയും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകാനൊക്കെ നല്ല അനുസരണ. പിന്നെ വലിയ പ്രായമുള്ളതുമല്ല, ഒരു മീഡിയം. നമ്മൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കഴുതപ്പുലിയൊക്കെ ഒരു വയസ്സ് 2 വയസ്സ് അതൊക്കെ വരുമല്ലോ തോന്നുന്നു, കുട്ടികളെല്ലാം. ഇവിടെ എത്തിച്ച മൃഗങ്ങളെല്ലാം തന്നെ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ഇപ്പോൾ ക്വാറന്റൈനിലാണെങ്കിലും 21 ദിവസത്തിന് ശേഷം സന്ദർശകർക്ക് കാണാനുള്ള അവസരം നൽകും. അതായത് അടുത്ത മാസം ആദ്യ വാരത്തോടു കൂടി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തുന്നവർക്ക് ഈ പുതിയ അതിഥികളെ കൂടി കാണാനുള്ള അവസരമുണ്ടാകും. തിരുവനന്തപുരം നഗരത്തിലെ അന്തേവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം എന്നുള്ള തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം മൃഗശാല പ്രവർത്തിക്കുന്നത്. മൃഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റ് മൃഗശാലകളിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ മൃഗശാലയിൽ കൂടുതൽ ഉള്ള ഇനങ്ങളെ കൈമാറിയിട്ട് മറ്റുള്ള മൃഗശാലയിൽ ഉള്ള നമുക്ക് ആവശ്യമുള്ളവയെ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രീതി. അങ്ങനെ വരുമ്പോൾ ഇവിടെ സർപ്ലസ് ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കാനും പറ്റും, നമുക്ക് ആവശ്യമുള്ളത് മറ്റുള്ളിടത്ത് സർപ്ലസ് ഉള്ളത് ഇവിടെ എടുക്കാനും പറ്റും. ഇവയെ കൂടാതെ ഇപ്പോൾ മൃഗശാലയിൽ ഇല്ലാത്തവയും
സന്ദർശകർക്ക് കൂടുതൽ ആകർഷണീയത ഉണ്ടാക്കുന്നതുമായ ജിറാഫിനെയും സീബ്രയും കൂടി കൊണ്ടുവരാൻ ആലോചനയുണ്ട്. അത് പ്രാരംഭ ദശയിലാണ് അതിൻ്റെ നടപടികൾ. അത് ഉടനെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൃഗശാലയിലേക്ക് പുതിയ അതിഥികൾ എത്തിയതോടെ കൂടുതൽ സന്ദർശകർ ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഒപ്പം തന്നെ കൂടുതൽ മൃഗങ്ങളെ എക്സ്ചേഞ്ച് വഴി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമവും അവർ തുടരുകയാണ്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.